10 ദിവസങ്ങളായി രാപ്പകലില്ലാതെ ഉറക്കമറച്ചിരിക്കുന്ന രക്ഷാപ്രവർത്തകർ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യസുരക്ഷയുടെ സംവിധാനങ്ങളുള്ള ഇന്ത്യയുടെ വ്യോമ, നാവിക, കര സംവിധാനങ്ങൾ 3 സായുധ ശക്തിയുടെ വ്യോമസേന, കരസേന, നാവികസേന, ഈ 3 സേനയുടെ വിദഗ്ധരായ പ്രവർത്തകർ രാപ്പകലില്ലാതെ ഉറക്കമില്ലാതെ കോരിച്ചൊരിയുന്ന മഴയെയും അതിശീഘ്രം മാഞ്ഞടിക്കുന്ന കാറ്റിനെയും പ്രകൃതിയുടെ പ്രതികൂലാവസ്ഥയും മറികടന്ന് അവരവരുടെ ജീവൻ പണയം വെച്ച് ഒരു മനുഷ്യ ജീവന് വേണ്ടി രക്ഷിക്കാൻ വേണ്ടി അവർ രാപ്പകൽ കാത്തിരിക്കുമ്പോഴും സിഗ്നലുകൾ ലഭിക്കുന്നു എന്ന് പറയുമ്പോഴും ഒഴുകിപ്പോകുന്ന ഒരു പുഴയുടെ മണ്ണിന്റെ അവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ലോറിയിൽ അതിൻ്റെ ഉള്ളിൽ കാത്തിരിക്കുന്ന അർജുനൻ എന്ന ആ പ്രിയപ്പെട്ട സഹോദരന്റെ ശരീരം ജീവനോടെയുണ്ടോ, അതല്ല ജീവൻ വിട പറഞ്ഞിട്ടുണ്ടോ എന്ന് കരയിൽ നിന്ന് കയ്യാട്ടി വിളിച്ചാൽ എത്തുന്ന ദൂരത്ത് പോലും അവനവന്റെ കൂടപ്പിറപ്പിന്റെ അവസ്ഥയെക്കുറിച്ച് പറയാനോ ഒന്ന് അപഗ്രഥിക്കാനോ കഴിയാത്ത വിധം മനുഷ്യന്റെ എല്ലാ സാഹചര്യങ്ങളും മനുഷ്യന്റെ എല്ലാ സൗകര്യങ്ങളും നിസ്സഹായമായി പോകുന്ന ഒരു സമയം. റഡാറുകൾ, ആധുനിക സംവിധാനങ്ങൾ, നാം ഇതേവരെ കേട്ടിട്ടില്ലാത്ത രക്ഷാപ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യം അതൊരു മാതൃകയാണ്. ആ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്കൊക്കെ അള്ളാഹുവിൻ്റെ കാവലുണ്ടാകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഒരു മനുഷ്യനെ തേടി 10 മുങ്ങൽ വിദഗ്ധർ പോകുമ്പോൾ ആ 10 പേരുടെയും ജീവൻ പണയം വെച്ചിട്ടാണ് അർജുനനെ കാത്തിരിക്കുന്ന ആ ഭാര്യയുടെ കണ്ണുനീർ, കാത്തിരിക്കുന്ന അച്ഛന്റെ കണ്ണുനീർ, കാത്തിരിക്കുന്ന മകന്റെ കണ്ണുനീർ, അത് തുടയ്ക്കാൻ വേണ്ടി 10 പേർ അർജുനനെ തേടി പോകുമ്പോൾ ആ 10 പേരുടെ കുടുംബവും ആശങ്കയിലാണ്. ജീവൻ പണയം വെച്ചിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിലോട്ട് കടന്നു പോകുമ്പോഴും സഹജീവിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഏറ്റവും വലിയ തത്രപ്പാടിന്റെ ഇടയിലും ഒരു രാജ്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളും നിൽക്കുമ്പോഴും കരയുടെ മുമ്പിൽ നിസ്സഹായനായി നിൽക്കുന്ന മനുഷ്യൻ, ആർത്തലയ്ക്കുന്ന പേമാരിയോട് ചേർന്ന് നിന്ന് തിമിർത്തുല്ലസിക്കുന്ന പുഴയുടെ ഓളങ്ങളുടെ അടിയിൽ കിടക്കുന്ന ലോറിയുടെ ഉള്ളിൽ സഹജീവിയുടെ ജീവന്റെ തുടിപ്പുകൾ ഉണ്ടോ എന്ന് പറയാൻ കരയിൽ നിന്ന് പറയാൻ കഴിയാത്ത വിധം എല്ലാ സായുധ സംവിധാനങ്ങളും നിസ്സഹായമാവുകയാണ്. നമ്മുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ നിഷ്ഫലമാവുകയാണ്. ആർത്തനാദത്തോടെ അലറി വിളിക്കുന്നവന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത സംവിധാനത്തിന് എന്ത് വിലയാണുള്ളത്? പ്രാർത്ഥനകളുമായി, കാത്തിരിപ്പുകളുമായി യഥാർത്ഥത്തിൽ നമ്മുടെ കോഴിക്കോടുള്ള ഏതോ ഒരു പട്ടണത്തിലെ ഏതോ ഒരു വീട്ടിലെ നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ ലോറി ഡ്രൈവർ ഒരു 10 ദിവസം കൊണ്ട് അയാൾ നമ്മുടെ വീട്ടിലെ അംഗമായി. രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഉമ്മ മോളോട് ചോദിക്കുന്നു, അർജുന്റെ കാര്യം എന്തായി? മോള് ഉമ്മയോട് ചോദിക്കുന്നു, അർജുന്റെ കാര്യം എന്തായി? രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടനെ ആദ്യം നമ്മൾ കഴിഞ്ഞ 10 ദിവസങ്ങളായി നമ്മൾ നോക്കിയത്, ചിലപ്പോൾ എനിക്ക് അനുജനായി മാറിയിട്ടുണ്ടാവാം, ചിലപ്പോൾ എനിക്ക് മകനായി മാറിയിട്ടുണ്ടാവാം. എൻ്റെ കൂടപ്പിറപ്പിന്റെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നത് പോലെ എത്ര പെട്ടെന്നാണ് അർജുൻ നമ്മുടെ കൂടപ്പിറപ്പായി മാറിയത്? എത്ര കൈകളാണ് അവന് വേണ്ടി പ്രാർത്ഥിച്ചത്? അമ്പലങ്ങളിൽ, ചർച്ചുകളിൽ, നമ്മുടെ വീടുകളിലെ നിസ്കാരപ്പായിൽ പോലും ആ ചെറുപ്പ